ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതിക്കെതിരെ കിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കൊല്ലം സുധിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് KHDC ഫിറോസിന്റെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് കൊടുത്തിരുന്നു. ആ വീടിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതിയുടെ അച്ഛനും കുറെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അതിനെതിരെയാണ് കിച്ചു റിയാക്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ചവർക്കും അല്ല, ഞാൻ പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ പറഞ്ഞത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഫിറോസിക്കാണെങ്കിൽ എനിക്ക് ഇറങ്ങി മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. ഇതിൽ രേണുസുതിക്കെതിരെ അല്ല കിച്ചു പറഞ്ഞെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ എടുത്തിട്ട് നേരെ കിച്ചു അയച്ചു കൊടുത്തത് ഫിറോസിനാണ്. അതായത് വീട് പണിത് കൊടുത്ത ആൾക്ക്. അയാൾ രേണുസുതിയായിട്ട് നല്ല പ്രശ്നമാണ്. അയാൾ ഇടയ്ക്കൊക്കെ കിച്ചുവിനെ വിളിക്കാറുണ്ട്, ഇവർ സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിച്ചു പറയുന്നുണ്ട് അയാളുമായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു വീട് വെച്ച് തന്നതിന് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, അത് നല്ലൊരു വീടാണ് എനിക്ക് വെച്ച് തന്നതെന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. കിച്ചു വേറൊരു കാര്യം പറയുന്നുണ്ട്, വീട് പണിത് തരിക എന്ന ഉത്തരവാദിത്തം മാത്രമേ അവർക്കുള്ളൂ, അത് മെയിൻറ്റെയിൻസ് ചെയ്യേണ്ടത് നമ്മളാണ്. അത് മെയിൻറ്റെയിൻസ് ചെയ്യാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറ്റം പറയുന്നത് തെറ്റാണെന്ന് കിച്ചു പറയുന്നുണ്ട്. ഞാൻ ഇതോട്ട് അതിന് കുറ്റം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം, നമ്മളാണ് ചെയ്തത്. അവിടെ ഉത്തരവാദിത്തം പറഞ്ഞാൽ ഉത്തരവാദിത്തമല്ല, അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച് തന്നെ നല്ലൊരു കാര്യം. നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. ഇതാണ് ഹൈലൈറ്റ്. വെച്ച് തന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയുന്ന ആരാണ്? രേണുസുതിയും രേണുസുതിയുടെ അച്ഛനും. അപ്പൊ ഇത് പറയുന്ന ആരെ കുറിച്ചാണ്? രേണുസുതിനെ കുറിച്ചും രേണുസുതിയുടെ അച്ഛനെ കുറിച്ചുമാണ്. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ കൊല്ലത്ത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെയാണ്. കേട്ടല്ലോ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കിച്ചു പറയുന്നേ. കിച്ചുവിന് നിൽക്കാൻ ഇഷ്ടം കൊല്ലത്ത് സുധിയുടെ വീട്ടിലാണ്, അവന് ഫ്രീഡം ഒക്കെ കിട്ടുന്ന അവിടെയാണ്. അങ്ങനെയാണ് കിച്ചു പറയുന്നേ. ഇനി ഇതിന് വേറെ ഒരു അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ന്യായീകരിച്ചിട്ട് രേണുസുതിയുടെ ഫാൻസ് പല കാര്യങ്ങളും പറയും. അതൊന്നും എനിക്കറിയില്ല. കാരണം കിച്ചു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ രേണുസുതിക്ക് എഗനിസ്റ്റ് തന്നെയാണ് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചൻ ബ്രോ ആ വീട് കുത്തി പൊളിക്കുന്നുണ്ടായിരുന്നു. ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതൊന്ന് അന്ന് കണ്ടത് ഇതൊന്ന് അന്ന് കണ്ടത് ഇതൊന്ന് ശരിക്കും എടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങേർക്ക് വേണ്ട ഒരു നഖം വെട്ടിയാണ്. നഖമെല്ലാം വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. കമ്പിപ്പാരിക്ക് പോലും ഇത്രയും മൂർച്ചയില്ല. സത്യം പറയുവാണെങ്കിൽ ഈ വീടിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ട്. കാരണം ജിപ്സം ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഭിത്തി തേച്ചിരിക്കുന്നത്. ജിപ്സം അകത്ത് യൂസ് ചെയ്യാം, പുറത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കംപ്ലൈന്റ് വരും. മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും ഇത് പൊടിഞ്ഞു പോകും. അത് നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്തെടുക്കാം. വീട് പണിതോരെ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പൈസ തികയാതെ വന്നപ്പോഴാണ് അവരങ്ങനെ ചെയ്തത്. അതിനി മെയിൻറ്റെയിൻസ് ചെയ്താൽ മതി, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫിറോസ് വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് കിച്ചുവിന്റെ വീടാണ്, കിച്ചു എപ്പോൾ അങ്ങോട്ട് താമസം മാറുന്നു അപ്പോൾ വീടിന്റെ ബാക്കി മെയിൻറ്റെയിൻസ് ഞാൻ ചെയ്യുമെന്ന്. ഇപ്പൊ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പറയുന്നത് അവിടെ വലിഞ്ഞു കയറി വന്ന കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ അവിടെ നിന്ന് മാറണം, എന്നിട്ടേ ചെയ്തു കൊടുക്കത്തുള്ളതാണ്. വലിഞ്ഞു കയറി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ ചേച്ചീനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് പുള്ളി അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. മാത്രമല്ല പുറകിൽ അവർക്കൊരു വാടക വീടുണ്ട്, അവിടെയാണ് അവർ താമസിക്കുന്നത്. ചിലപ്പോൾ അവിടെ സൗകര്യം പോരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരിക്കും. കിച്ചുവിന്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ടില്ലേ, സ്ഥലവും വീട് കൊടുക്കുന്നത് നിസ്സാര കാര്യമല്ല. എന്നിട്ട് പോലും സ്ഥലം കൊടുത്ത അച്ഛനെ കഴിഞ്ഞ ദിവസം രേണുസുതി ചീത്ത പറഞ്ഞുകൊണ്ടാണെന്നു. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു, അത് നല്ല രീതിയിൽ കമന്റ് ആർക്കോ കൊടുത്തപ്പോ ഞാൻ പറഞ്ഞ അച്ഛൻ ദാനം പുണ്യ പ്രവൃത്തിയാണ്, അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്തു, ഇനി ഞാൻ കൊടുത്തിയാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ. അച്ഛൻ്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ട് പറയും. കണ്ടില്ലേ, അവർ പറഞ്ഞു കേട്ടില്ലേ, വീടില്ലാത്ത സമയത്ത് അവർക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്ത ആളാണ്. അയാളെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അയാൾ വേറൊരാൾക്ക് സഹായം കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴത്തേന് അയാളെ കളിയാക്കുവാണ്. കഷ്ടം തന്നെ രേണുസുതി. നിങ്ങളുടെ ചുറ്റിനും നിൽക്കുന്ന ഈ രണ്ടുപേരില്ലേ, നിങ്ങൾക്ക് വീടില്ലാത്ത സമയത്ത് വീട് വെച്ച് തരാനായിട്ട് അവർ വന്നില്ല. ഈ അച്ഛനും ഫിറോസും ഒക്കെയാണ് വന്നത്. ഒരിക്കലും നന്ദി കാണിക്കണ്ട, അവരെ കുറ്റം പറയാതിരുന്നൂടെ. മുന്നോട്ട് നീങ്ങിക്കളാൻ അവളെ പറയുന്നു. രേണുസുതി പറയുന്ന രേണുസുതി അച്ഛന് സാറ്റുകളിയാണെന്നാണ്. അതായത് നടുറോഡിൽ നിന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. നാട്ടുകാർ കല്ലുവാരി അറിയാത്ത നന്നായി. പിന്നെ ബിഷപ്പും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ബിഷപ്പ് രേണുസുതിനെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് താഴെ പോയിട്ട് കമന്റ് ചെയ്തു, കൺഗ്രാജുലേഷൻ, മുന്നോട്ട് ഞാനും ഉണ്ടെന്ന്. മാടപ്രാവിന്റെ ഹൃദയമുള്ള അച്ഛൻ പ്രതികാരദാഹമായിട്ട് ഒരിക്കലും ട്രാക്കുളയായി മാറരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കൊടുത്തത് കൊടുത്തു, ഇനി അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകണ്ട. അവർ റീച്ച് കിട്ടാനായിട്ട് പലതും പറയും. ഇനി അവർ ഈ പറച്ചിൽ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരാളൊരു സഹായം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അവരെ താറടിക്കാനായിട്ട് ശ്രമിക്കരുത്. രേണുസുതി ഒന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കുന്നതോടെ പുള്ളിയുടെ ബിസിനസിനെയും കൂടിയാണ് അത് അഫക്ട് ചെയ്യുന്നത്. വീടില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തന്ന ആളാണ്. അയാളെ എപ്പോഴും താറടിച്ചിട്ട് അയാളുടെ ബിസിനസ് തന്നെ സ്പോയിൽ ചെയ്യരുത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻസ് ചെയ്യുക. അല്ലാതെ ഇനി അവരെ കുറ്റം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അവരത് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഗൈസ്, ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.